PV അൻവറിന്റെ രാജിയോടെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയാണ്. തെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ താൻ മത്സരിക്കില്ല എന്ന് അൻവർ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ ജയിച്ച അൻവർ ഇനി നിൽക്കുകയാണെങ്കിൽ തന്നെ തോറ്റു തുന്നം പാടും എന്നത് അൻവറിന് പറഞ്ഞു കൊടുക്കാൻ രാഷ്ട്രീയ നിരീക്ഷകരുടെ ആവശ്യം ഒന്നും തന്നെ ഇല്ലല്ലോ. അത് അൻവറിന് തന്നെ നന്നായി അറിയാം. അടുത്ത കാലത്തൊന്നും ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ പാടില്ല എന്നുള്ളത്. നിലമ്പൂരിൽ UDF-ന് നിരുപാധിക പിന്തുണ നൽകുമെന്ന് അൻവർ പറയുന്നുമുണ്ട്. മലപ്പുറം കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് അൻവറിന്റെ ആവശ്യം. എന്നാൽ അൻവർ പറയുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കാൻ അല്ല കോൺഗ്രസ് എന്നത് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുമുണ്ട്. അൻവറിന്റെ ആവശ്യത്തെ തന്നെ പൂർണ്ണമായും തള്ളുകയാണ് കോൺഗ്രസ്. ആര് സ്ഥാനാർത്ഥിയാകണമെന്ന് ഹൈക്കമാൻഡ് ആണ് തീരുമാനിക്കുന്നതെന്ന് K മുരളീധരൻ പറഞ്ഞിട്ടുമുണ്ട്. PV അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കണോ എന്നത് ഇപ്പോൾ അജണ്ടയിൽ ഇല്ല എന്നും മുരളീധരൻ പറയുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പിൽ ആര് പിന്തുണ നൽകിയാലും ഞങ്ങൾ സ്വീകരിക്കുമെന്നും മുരളീധരൻ പറയുന്നുണ്ട്. അതായത് SDPയുടെ ആണെങ്കിൽ പോലും അത് സ്വീകരിക്കും എന്നത് തന്നെ. ജയിക്കാൻ വേണ്ടി എന്തും കോൺഗ്രസ് ചെയ്യും എന്നത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട കാര്യം തന്നെയാണ്. അൻവറിന് അവിടെയും അവസരം ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിയ അൻവർ ജോയ് മത്സരിക്കണമെന്നത് അപേക്ഷ മാത്രമാണ് എന്ന് പിന്നീട് മാറ്റി പറയുകയായിരുന്നു. ഇപ്പോ അൻവറിന്റെ പണി എന്നത് വെറുതെ CPM-നെതിരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നത് മാത്രമാണ്. P ശശി പറഞ്ഞിട്ടാണ് VD സതീശന് 150 കോടി രൂപയുടെ ആരോപണം ഉന്നയിച്ചത് എന്നാണ് PV അൻവർ പറയുന്നത്. ഇപ്പോൾ CPM നേതാക്കൾ പറഞ്ഞിട്ടാണ് P ശശിക്കെതിരെ ആരോപണം ഉന്നയിച്ചതെന്നും PV അൻവർ പറയുന്നുണ്ട്. ഇതൊക്കെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്. ഇനി അൻവർ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് റിയാസിനെതിരെ ആരോപണം ഉന്നയിച്ചത്, അല്ലെങ്കിൽ റിയാസ് പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചത്, അതുമല്ലെങ്കിൽ MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചത്, അല്ലെങ്കിൽ TP രാമകൃഷ്ണൻ പറഞ്ഞിട്ടാണ് തൃണമൂലിൽ പോയത്. അങ്ങനെ ഇങ്ങനെ ഓരോന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് PV അൻവർ. എന്തായാലും PV അൻവറിന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് P ശശി. പ്രതിപക്ഷ നേതാവിനെതിരെ ആരോപണം ഉന്നയിച്ചത് P ശശി ആവശ്യപ്പെട്ടത് പ്രകാരം എന്നായിരുന്നു അൻവറിന്റെ പരാമർശം. തനിക്കെതിരെ നടത്തിയ പ്രസ്താവന നിരുപാധികം പിൻവലിച്ച് അൻവർ ഖേദം പ്രകടിപ്പിക്കണമെന്നാണ് വക്കീൽ നോട്ടീസിലെ പ്രധാന ആവശ്യം. അല്ലാത്ത പക്ഷം സിവിൽ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുമെന്നും വക്കീൽ നോട്ടീസിൽ വ്യക്തമാക്കുകയാണ് ശശി. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതവും ദുരുദ്ദേശപരവുമാണെന്ന് P ശശി ഇന്നലെ തന്നെ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ച കാര്യം തന്നെയായിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ താൻ ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണെന്നും അത്തരമൊരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല എന്നും P ശശി വ്യക്തമാക്കുന്നുമുണ്ട്. പിന്നെ പിണറായിക്ക് ഒരു ഭീഷണി PV അൻവർ നൽകുകയാണ്. നമ്മുടെ മുതലാളി കൊടുക്കുന്ന ഭീഷണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UDF പിന്തുണ കൊടുക്കുകയാണെങ്കിൽ ധർമ്മിടത്ത് പിണറായിക്കെതിരെ പോയി മത്സരിക്കുമെന്നാണ് അൻവർ പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അൻവറിന് ട്രോൾ പൂരം തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്.